മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ വ്ലോഗ്സ് അഭിലാഷ്. ഇന്ന് സെപ്റ്റംബർ 8 തിങ്കളാഴ്ച കേട്ടാ. എന്താ ദിവസം എന്നല്ലേ? ഇന്ന് ഞങ്ങളുടെ തൃശ്ശൂർ പേരൂരില് പുലികളെ കൊണ്ട് നിറയുന്ന ദിവസമാണ്. കൂടുതൽ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണത് പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്കാണ്. ഈ ഒരു വീഡിയോ ഞാൻ കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ തൃശ്ശൂര് വന്ന് പുലിക്കളി കാണാൻ പറ്റാത്ത നമ്മുടെ മച്ചന്മാർക്കും പെങ്ങന്മാർക്കും എല്ലാവർക്കും വേണ്ടി ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാൻ കേട്ടോ. പ്രാവശ്യത്തെ പുലിക്കളി നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് നമ്മുടെ സീതാറാം പുലിമടയിലാണ് കേട്ടോ, പൂങ്കുന്നത്തുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് അവിടേക്ക് പോവാം. ചേട്ടൻ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം അടിപൊളി കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോണേ. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു വിശേഷത്തിലേക്ക് പോവാട്ടോ. പോവല്ലേ? പോരേട്ടോ. ഇതാണ് നമ്മുടെ ബാലശ്രീയേട്ട. കുറെ മൂവിയില് അഭിനയിച്ചിട്ടുള്ള ചേട്ടനാണ്. പ്രത്യേകിച്ച് നമുക്കൊക്കെ വലിയൊരു സന്തോഷം. നമ്മുടെ തൃശ്ശൂരുകാരനുമാണ് പൂങ്കുന്നം. അപ്പോൾ ബാലുവേട്ടനാണ് നമ്മുടെ ഈ ഒരു സീതാറാം മില്ല് പുലിമടയിലെ പ്രസിഡന്റ് കേട്ടോ. ബാലുവേട്ടനോട് നമുക്ക് ചോദിക്കാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ബാലുവേട്ടാ നമസ്കാരം ഉണ്ട് കേട്ടോ. കുറെ നാളുകൾക്ക് ശേഷമാണ് കാണണേ അല്ലേ? ഓക്കെ ബാലുവേട്ടാ, ഫസ്റ്റ് തന്നെ ഞാൻ ചോദിക്കട്ടെ, പുതിയ മൂവിയിലൊക്കെ ഉണ്ടോ ഏതെങ്കിലും? കുറച്ചു കാലത്ത് മൂവി ഇപ്പൊ ചെയ്യണില്ല, കാരണം നമുക്ക് സമയമില്ല. നാടകം ചെയ്യുന്നുണ്ട്, നാടകം ഇൻസ്റ്റന്റ് നാടകം ചെയ്യുന്നുണ്ട്, കോമഡി. ഓ നാടകങ്ങളല്ലേ? അങ്ങനത്തെ ഇതിൽ നീങ്ങി വിളിച്ചാ പോകുന്നു മാത്രം. ഞാൻ അങ്ങോട്ട് പോവാറില്ല, ഞാൻ അങ്ങോട്ട് ഹെഡ് ചെയ്യാറില്ല. ഓക്കെ, വല്ലതും വിളിച്ചാ പോകും. ബാലുവേട്ടനെ കൂടുതൽ നമുക്ക് ഓർമ്മ കിട്ടാ ഏതാന്നറിയോ? ആറാം തമ്പുരാൻ അല്ലേ? വർഷത്തിലുണ്ട്. അതെ അതെ, ആറാം തമ്പുരാൻ എല്ലാ ഒരു അതെ അതെ അങ്ങനെയുള്ള പടങ്ങളൊക്കെ ബാലുവേട്ടന്റെ ഓർമ്മ നിൽക്കുന്ന ഒരു പടങ്ങളാട്ടാ. അപ്പൊ എന്തായാലും ബാലുവേട്ട ഇനിയും കുറേ പടങ്ങൾ കിട്ടട്ടെ. ബാലുവേട്ട നമുക്ക് എത്ര കൊല്ലായി ഇപ്പോ സീതാറാം പുലിമടയിന്ന് പുലി ഇറങ്ങുന്നു? 30 വർഷത്തോളം ഇവിടെ പുലി ഇറങ്ങി തുടങ്ങി. 30 വർഷത്തോളം അല്ലേ? അന്നൊന്നും അങ്ങനെ ഇല്ല, കാശൊന്നും ഇല്ല. ഇപ്പൊ ഒരു 3-4 കൊല്ലമായിട്ട് പുതിയ കൗൺസിലർ ഞങ്ങളുടെ സുരേഷിന്റെ നേതൃത്വത്തിൽ ഞാനുണ്ട്. ഞങ്ങളെ കൂടി സഹകരിച്ചാണ് ഇത് വലിയ ഇതിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോ ഈ ഒരു പ്രാവശ്യം വരുന്നത് 9 ദേശമാണല്ലോ അല്ലെ? ഇവിടുന്ന് 3 മണിക്ക് ഞങ്ങൾ ഇറങ്ങും. 3 മണിക്ക് ഇറങ്ങും അല്ലേ? നമുക്ക് 3 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ റൗണ്ടിലേക്ക് എപ്പോ കയറും? 1 മണിക്കൂർ ഇവിടുന്ന് അങ്ങോട്ട് എത്താൻ വേണ്ടിട്ടല്ലേ? വന്നു വരുന്നത് നന്നായി. നിങ്ങളൊക്കെ ഉള്ള കാരണമാണ് നമ്മളൊക്കെ വലുതായി പോണത്. അയ്യോ അങ്ങനെയൊന്നുമില്ല ബാലേട്ടാ, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ആ ഒരു കഴിവ് തന്നെയാണ് നമ്മൾ എടുത്തു കാട്ടുന്നത്. സന്മനസ് വേണല്ലോ ഇതിനൊക്കെ. അതെ അതെ, നമ്മളെ പൊന്തിക്കാനുള്ള സന്മനസ് നിങ്ങൾക്ക് ഉണ്ടല്ലോ. എന്തായാലും അത് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ബാലേട്ടാ. രക്ഷാധികാരിയായിട്ടുള്ള അഡ്വക്കേറ്റ് രാമഭദ്രൻ സാർ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം ഇവിടുത്തെ ആ ഒരു പുലിക്കളിയുടെ അവരുടെ ആ ഒരു സന്തോഷവും കാര്യങ്ങളും എങ്ങനെയാണ് മൊത്തത്തിൽ എന്നുള്ളത് കേട്ടോ. സർ നമസ്കാരം. നമസ്കാരം. ഓക്കെ, എന്തൊക്കെയുണ്ട് സാർ വിശേഷം? ഈ ജനക്കൂട്ടത്തിനെ കാണുമ്പോൾ ശരിക്കും ഒരു ആവേശം കൊണ്ടാണ് ചെയ്യുന്നത്. ഇതുവരെ ഇല്ലാത്ത ഒരു ആവേശമാണ് എല്ലാ ജനങ്ങൾക്കും. തീർച്ചയായിട്ടും നമ്മുടെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ പിന്നെ അടുത്തൊരു ആഘോഷമാണ് തൃശ്ശൂരുകാരുടെ പുലിക്കളിയിലെ കഴിഞ്ഞത് എന്നുള്ള കാര്യത്തിൽ ഞാൻ സമ്മതിക്കില്ല. ഇതിനേക്കാൾ ആവേശമായിട്ടാണ് ഇപ്പൊ ഈ പുലിക്കളി എന്നുള്ള ഒരു സംഭവം. ഇതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീട്ടിലെല്ലാവരും എന്റെ വീടിന്റെ അകത്ത് കയറും. അകത്ത് കയറിയിട്ട് അവിടെ അവരുടേതായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ അവർ നടത്തും. അതിനുശേഷം ഒരേ പുലിയായിട്ട് പുറത്തേക്ക് നടക്കും. ആ കടക്കുന്ന സമയത്ത് ജനങ്ങളെല്ലാവരും വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ഇറങ്ങി വരുന്ന ഒരേ പുലികളെ സ്വീകരിക്കുന്നതും. അത് വലിയൊരു സംഭവം തന്നെയാണ്. പക്ഷേ പൂങ്കുന്നം സീതാറാം മില്ല് ആ ദേശത്തിന്റെ പുലികളി വളരെ ആർജവമുള്ളതാണ്. നമസ്കാരമുണ്ട് പ്രതീക്ഷയുടെ. എന്താ പറയാ, നല്ല ബിസി ആയിരുന്നു അല്ലേ? കുറെ നേരമായി ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നു പ്രതീക്ഷനെ. എങ്ങനെയുണ്ട് പ്രതീക്ഷയുടെ ഇപ്രാവശ്യത്തെ ആ ഒരു പുലിക്കളിയുടെ ആവേശം നിങ്ങളെ? ഞങ്ങളിപ്പോ ഒരു 2 മാസക്കാലമായിട്ട് തുടങ്ങിയിട്ടുള്ള പരിപാടികളാണ്. അത് അതിന്റെ ഇന്നത് പൂർണ്ണതയിലെത്തും. ഞങ്ങളൊരു വളരെ പ്രതീക്ഷയിൽ തന്നെയാണ്. ഞങ്ങൾ തന്നെയാവും ഈ വട്ടത്ത് വിന്നേഴ്സ് എന്നുള്ള യാതൊരു സംശയമില്ല. അപ്പൊ കറക്റ്റ് 4 മണിക്ക് ഞങ്ങൾ ആരംഭിക്കും. നമ്മളൊരു ടേബിളോ ഒക്കെ ഇരുട്ടാവും തോറും ആകർഷണമുള്ള ടേബിളാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. LED വാളുകൾ, 3D. ഇപ്രാവശ്യം നമുക്ക് അവതാരമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവതാറും നമ്മൾ പറയാം പ്രതീക്ഷിക്കാത്ത പല കാഴ്ചകളുണ്ട്. അത് നേരിട്ട് കാണേണ്ട കാഴ്ചകളാണ് അല്ലെ? നമ്മളിപ്പോ പറഞ്ഞിട്ട് അതിന് ത്രില്ല് കളയേണ്ട കാര്യമില്ല. അതെ, അതൊക്കെ വളരെ വിസ്മയിപ്പിക്കുന്ന പല കാഴ്ചകളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.
എന്താ പേര്? സുനിലേട്ടൻ. എത്രാമത്തെ വട്ടാണ് ഈ ഒരു വേഷം കിട്ടുന്നത്? എട്ടാമത്തെ വട്ടം. അതും നമ്മുടെ സീതാറാമ മില്ലിന് വേണ്ടിട്ട്. തകർക്കാണോ ഇപ്രാവശ്യം? ഓക്കെ, മോനും ഉണ്ട് അല്ലേ? മോനും അച്ഛനും കൂടിയിട്ടാണ് എല്ലാ കൊല്ലവും കെട്ടാറ് അല്ലേ? ഇപ്രാവശ്യം നിങ്ങൾ തകർക്കാൻ വരും. മോൻ രണ്ടാമത്തെ വട്ടം. സുനിലേട്ടാ, എന്താണ് ആ ഒരു മനസ്സിലുള്ള സന്തോഷം? നമ്മൾ തൃശ്ശൂരുകാർക്ക് വേണ്ടി ഒരു മനസ്സിലാൽ പുലിക്കളി നല്ലത് പൂരം വഴി തന്നെ നല്ലതായിട്ട് പരിപാടിയായിട്ട് വരും. ഓക്കെ, അപ്പൊ എന്തായാലും സുനിലേട്ടാ തകർക്ക് പൊളിക്കട്ടാ. ഓക്കെ, അക്ഷയ് സുനിലേട്ടന്റെ മോനല്ലേ? അക്ഷയ് അപ്പൊ ഇപ്രാവശ്യവും തകർക്കാൻ വന്നിട്ടുള്ളതാണ്. രണ്ടാമത്തെ വർഷമാണ് സീതാറാം മില്ലിന് വേണ്ടിട്ട് വേഷം കെട്ടണേ അല്ലേ? ഓക്കെ, അക്ഷയ് എന്താ ചെയ്യണേ? അപ്പൊ എന്തായാലും ഇപ്രാവശ്യത്തെ പുലിക്കളി ഉഷാറാക്കാനുള്ള പരിപാടി, കപ്പെടുക്കണം. ഓക്കെ, നാളുകളായിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിലാണോ? അതല്ലേ, നമ്മൾ തൃശ്ശൂരുകാർക്ക് അതൊരു വേറെ അല്ലെ വൈബാണ് അല്ലേ? അപ്പൊ എന്തായാലും അക്ഷയെ നമുക്ക് എന്തായാലും ആട്ടത്തിൽ കാണാം, പൊളിക്കണം കേട്ടാ. നമസ്കാരം. എന്റെ പേര് ടിഡ്സൺ. എവിടെ സ്ഥലം? വരടിയം. ഇത് എത്രാമത്തെ വർഷമാണ് നമ്മള് പുലിക്കളിക്ക് ഈ ഒരു വേഷം കിട്ടുന്നത്? 12 വർഷം. രണ്ടാമത്തെ വർഷം അല്ലേ? എന്താ പറയാനുള്ള ഈ ഒരു വേഷം കിട്ടുമ്പോ നിങ്ങളുടെ ആ ഒരു വൈബ്? ഓണത്തിന്റെ ആവേശം കംപ്ലീറ്റ് പുലിക്കളിയിലുണ്ടാവും. പുലിക്കളിയിലുണ്ടാവും. ഏത് മൂട്? കപ്പ് മൂട് അല്ലേ? സ്റ്റെപ്പ് ഉണ്ടാ വല്ലതും വരച്ചോണ്ടിരിക്കാണ്. ആ സ്റ്റെപ്പൊക്കെ ഇത് കഴിഞ്ഞിട്ട് അല്ലേ? വൈബാവട്ടെ കേട്ടാ. പച്ചോനേട്ടാ, ഈ ഒരു ഭാഗത്തൊക്കെ ഇതേ വേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുലിമച്ചന്മാരേട്ടാ. ഓക്കേ, ഇവരൊക്കെ ആ ഒരു പെയിന്റിങ്ങിന്റെ കലാകാരന്മാരാണ്. ഇവരാണ് എന്താ പറയാ ഒരു പുലി ആക്കി എടുക്കണേട്ടോ ഇവരെ. പക്ഷേ എത്ര നാളായി ഈ പുലിക്കളിക്ക് ഇങ്ങനെ വരച്ചു തുടങ്ങിയിട്ട്? 30 കൊല്ലായി. 30 വർഷം. ഓക്കെ, സീതാറാം മില്ലിന് വേണ്ടിട്ട് തന്നെയാണോ ഈ ഒരു 30 വർഷവും? പല ദേശങ്ങളായിട്ടല്ലേ? പ്രാവശ്യം സീതാറാം മില്ലിന് വേണ്ടിട്ടല്ലേ? ഓക്കെ, ഇതെങ്ങനെയൊക്കെയാടാ ഈ ഒരു പെയിന്റിങ്ങിന്റെ കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ഇത് ടെമ്പററി പൗഡറാണ്. ടെമ്പററി പൗഡർ അല്ലേ? പൗഡർ അത് അരച്ചിട്ട് അതിൽ നമ്മൾ ഇനാമലി ചേർക്കും. ഓക്കെ, ഇനാമലി ചേർത്തിട്ടാണ് ആ കൂട്ടിയിട്ടാണ് ഇത് അടിക്കണേ അല്ലേ? ഒരു ക്ലിയർ കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാ റിമൂവ് ചെയ്യണേ? ഇത് മണ്ണെണ്ണ കളഞ്ഞ് തേച്ചിട്ട് മണ്ണെണ്ണ തേച്ച് മേത്താക്കും. ഓക്കെ, കുറച്ച് എന്താ പറയാ, കുറച്ചല്ല നല്ല കഷ്ടപ്പാട് തന്നെയല്ലേ? നല്ല കഷ്ടപ്പാടുണ്ട് അല്ലേ? കാണുന്നവർക്ക് ഇതൊരു സിമ്പിളാ, പക്ഷേ ഇത് എങ്ങനെ ഇത് കണ്ടറിയാം. അതെ അതെ, ഇത് കറക്റ്റ് ആയിട്ട് വന്ന് കാണുമ്പോഴും ഇവരുടെ ആ ഒരു ലാസ്റ്റ് ആ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഉരച്ച് കളയുന്ന ഒരു സമയത്താണ് അറിയാൻ പറ്റുക അല്ലേ? നമസ്കാരം ഉണ്ട്. എന്താ പേര്? അഭിജിത്ത്. ഇത് എത്രാമത്തെ കൊല്ല? ആദ്യത്തെ വർഷമാണ്. ഓമ്മ പൊളിട്ടാ, ഷെയറാവട്ടെട്ടാ. ഇപ്പൊ ഫസ്റ്റ് അടിക്കാനുള്ള ഒരു കോൺഫിഡന്റ് ഉണ്ടല്ലേ? തകർക്കും നിങ്ങള്. ഓക്കെ, അപ്പൊ ഈ മറ്റേ സ്റ്റെപ്പൊക്കെ ഇല്ലേ, ടങ് 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 ടങ്, ഏത് ആ ഒരു സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ടാ? കുറച്ചറിയാം. ബാക്കി നമ്മൾ ആ ഒരു വൈബ് താളത്തിൽ പഠിക്കാണ് അല്ലേ? അപ്പൊ എന്തായാലും അഭിജിത്തെ ഉഷാറാവട്ടെ കേട്ടാ. നമ്മുടെ സീതാറാം മില്ലിന് വേണ്ടിയിട്ട് ലേഡീസിൽ എന്താ പറയാ കുറവാണ് പുലിവേഷം കെട്ടുന്നത്. അത് ആദ്യം തുടക്കം കുറിച്ചിട്ടുള്ള ആളാണ് നിമിഷ അല്ലേ? വേറെ ആൾക്കാരുണ്ട്. ഓക്കെ, നിമിഷ ഇത് എത്രാമത്തെ കൊല്ലാണ്? 3ാമത്തെ വർഷം. ഇപ്രാവശ്യം ഗംഭീര വൈബോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. പൊളിക്കും, ഉഷാറായിട്ടാ. നമസ്കാരം. എന്റെ പേര്? ശ്രീനിവാസേട്ടൻ. എത്രാമത്തെ വർഷമാണ് ശ്രീനിവാസേട്ടാ നമ്മൾ പുലിക്കളിക്ക് വേണ്ടിയിട്ട് ഈ ഒരു വേഷം കിട്ടുന്നത്? രണ്ടാമത്തെ വർഷം. മൊത്തം എത്ര വർഷമായി? 2-4 വർഷമായി. വേറെ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. 2 വർഷമായിട്ട് സീതാറാം മില്ലിന് വേണ്ടിയിട്ട് കളിക്കുന്നുണ്ട്. ഓക്കെ, എന്താ വൈബ്? വൈബ് ഒന്നുമില്ല, ഇത് നമുക്ക് അടിച്ചു പൊളിക്കണം. അത് നമ്മളൊരു തൃശ്ശൂർക്കാരെ ഒരു പുലിക്കളിയാണ് പൂരം. ഓക്കെ, അതൊരു വേറെ വൈബ് തന്നെയാണ് അല്ലേ? വേറെ വയറിലാണ്. നമ്മൊരു പൂരം കഴിഞ്ഞ പിന്നെയുള്ള ഒരു വൈബ് ഇതാണ് അല്ലേ? ഇത് നമ്മൾ തകർക്കും. അപ്പൊ മൂഡ് നിങ്ങൾ കപ്പ് മൂടാണ്. ആ മൂഡ് വിട്ടുള്ള കളിയില്ല. ഇപ്രാവശ്യം നിങ്ങൾ എടുത്തിരിക്കും. ഓക്കെ, ശരി ഏട്ടാ. എന്റെ പേര് ജോസേട്ടൻ. ജോസേട്ടൻ, എത്ര കാലായി പുലികൾക്ക് വേണ്ടി ഇങ്ങനെ വരച്ചു തുടങ്ങിയിട്ട്? 45 കൊല്ലം മുന്നേ അല്ലേ? ഓക്കെ, ജോസേട്ടൻ നമ്മള് എല്ലാ കൊല്ലവും സീതാറാമിന് വേണ്ടിട്ട് തന്നെയാണോ വരച്ചിരുന്നത്? പല ദേശക്കാർക്കും വേണ്ടിട്ടല്ലേ? ജോസേട്ടന്റെ സ്ഥലം എവിടെ വരുന്നത് ശരിക്കും? സ്ഥലം ഇപ്പൊ പടിഞ്ഞാറക്കോട്ടയാണ്. വേഷം ടീം ഇറങ്ങാറുള്ളത്. അപ്പൊ കുറെ കാലമായിട്ടില്ലേ? ഇല്ല, സ്ഥിരമായിട്ട് കൊക്കാല ദേശത്തിനായിരുന്നു. കൊക്കാല ദേശത്തിന് അല്ലേ? ചനക്കൽ ദേശം പറഞ്ഞൊരു ദേശം. ഓക്കെ,
ജോസേട്ടാ എത്ര സമയം പിടിക്കും ഒരു പുലിനെ വരച്ച് പൂർണ്ണനാക്കാൻ? ഒരു പുലിക്ക് ഏകദേശം 1 മണിക്കൂർ പിടിക്കും. 1 മണിക്കൂർ ഒരു പുലിക്ക്. അപ്പൊ നമ്മുടെ ഈ ഒരു ടീമിൽ എത്ര പുലികളുണ്ട് മൊത്തം? 51 പുലികൾ അല്ലേ? അങ്ങനെ 9 ദേശം അല്ലേ? അതിൽ ചിലപ്പോ 51 മീതെ ആൾക്കാരുണ്ടായിരിക്കാം, 60 താഴെ. എന്തായാലും ഈ ഒരു പുലിനെ വരച്ചു വരുമ്പോഴന്നെ ഒരു വിധം ടൈം ആവും അല്ലേ? 1 മണിക്കൂറോളം വേണം ഒരു പുലിക്ക്. കൊണ്ടുവരണം. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോ ജോസേട്ടൻ എങ്ങനെയാണ് കേട്ടോ പറയണേ? കാരണം നമ്മൾ ഈ കാണണോണല്ല, ഒരു പുലിനെ തന്നെ വരച്ചു വരുമ്പോ 1 മണിക്കൂറോളാണ് അവിടെ പിടിക്കണേ കേട്ടാ. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ത് നല്ല കഷ്ടപ്പാടുണ്ട് ഇതിന്, അല്ലാതെ വെറുതെ ഒന്നല്ല കേട്ടാ. ഇനി ഒരു വര കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു ആട്ടുണ്ട് അല്ലേ? അത് വേറെ വൈബ് ആട്ടം തന്നെയാണ് കേട്ടാ. പുലിക്കളിയൊക്കെ കഴിഞ്ഞിട്ട് എത്ര ടൈം പിടിക്കും റിമൂവ് ചെയ്യാൻ വേണ്ടിട്ട്? ഈ വരക്കിനെക്കാളും കഷ്ടപ്പാടുന്നു ഇത് റിമൂവ് ചെയ്യാൻ. ഇവർക്ക് അതിന്റെ പെയിനും ഉണ്ടാവുമല്ലോ അല്ലേ? പെയിനല്ല, അത് റിമൂവ് ചെയ്ത് കളയുമ്പോ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, ഉണ്ടാവും. ഓക്കെ. അപ്പൊ എന്തായാലും ജോസേട്ടാ, നിങ്ങളുടെ ആ ഒരു വരയ്ക്കും ഇവരുടെ ആ ഒരു കളിക്കും കൂടി ഇപ്രാവശ്യത്തെ നമ്മുടെ സീതാറാം മില്ലിന് വേണ്ടിയിട്ട് അല്ലേ, ഉഷാറായിട്ട് ആ ഒരു കപ്പ് നിങ്ങൾ കൊണ്ടുവരും അല്ലേ? ആ ഒരു കപ്പ് നിങ്ങൾ എടുത്തിരിക്കും അല്ലേ? പുലിക്കളിയോടനുബന്ധിച്ചിട്ട് സീതാറാം മില്ല് ഇവരുടെ ടാബ്ലോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. ശങ്കരൻകുളങ്ങരയും അതുപോലെ നമ്മുടെ സീതാറാം ദേശത്തിന്റെ കേട്ടാ. ഇതുപോലെ 9 ദേശങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഈ 9 ദേശക്കാർക്കും അത്രയധികം ടാബ്ലോസ് വാഹനങ്ങളും ഉണ്ടാവും കേട്ടാ.
മൂന്നാം ദേശം ഇതാട്ടോ റൗണ്ട് കടന്നു നടുവിലാലെത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പുലിക്കളി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷവാനാണ്. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ഈ ഒരു പുലിക്കളി എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മൃദുഷേട്ടനാണ്. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി അറിയിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത പുലിക്കളി വരെ കാത്തിരിക്കാം. ഓക്കെ, എല്ലാവർക്കും ബൈ.